ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളത്തിലേക്ക് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അതിലേക്ക് 3-4 ഏലക്കായാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു 3-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 2 പട്ട ഇടുക. നമ്മൾ സാധാ ബിരിയാണി ചോറ് ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഇത്തരം സാധനങ്ങൾ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ അരി കഴുകിയിടാൻ. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. ആ അരി കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്ത് ഇതാണ് കേട്ടോ. നമ്മുടെ ചോറ് വെന്തുണ്ട്. ഒരു 3/4 ഭാഗം വേവ് മതിയിട്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചോറ് ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാൻ ഊറ്റി മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ. നമ്മുടെ ചോറ് ഊറ്റി മാറ്റി വെച്ചേക്കണതാണിത്. ഇനി നമുക്ക് ഷെസ്വാൻ സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി 5-6 വറ്റൽമുളകും ഒരു 10 പിരിയൻ മുളകും, അതായത് കാശ്മീരി ചില്ലി എടുത്തിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മുങ്ങിക്കിടക്കണം, അത്ര തരം വെള്ളം മതിയിട്ടാ. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ അതെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കണ്ട, എന്നിട്ട് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം കേട്ടോ. ആ ഇഞ്ചിയുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം, അതായത് കളറൊന്ന് മാറി കിട്ടണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് രണ്ടും മൂത്ത് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. കണ്ടില്ലേ, ഇത് ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. കളർ ഇതിൻ്റെ മാറിയിട്ടുമുണ്ട്, കണ്ട. ഇനി ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പിരിയമുളകും വറ്റൽമുളകും കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ട. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ മീത്തിക്കൊക്കെ വരും, അത് കാരണമാണ് അടച്ച് വെക്കുന്നത്. അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്തു. കണ്ട. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ടേബിൾ സ്പൂണാണ് കേട്ടോ, സ്പൂണല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. ഇതെല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഒന്ന് കുറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ഇത് കുറുതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കണേ. അതുപോലെ തന്നെ 3 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ ഒരു 400 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ എടുത്തേക്കണേ. അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരിട്ടാ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ട്,
പിന്നെ അത് കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൂട്ടി തിരുമ്പി വയ്ക്കുക. ഇത് നന്നായിട്ട് കൂട്ടി തിരുമ്പിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട നമുക്ക് വേണം ഫ്രൈഡ് റൈസിലേക്ക്. അത് റെഡിയാക്കി എടുക്കാം. 2 മുട്ടയാണ് ഞാൻ എടുത്തേക്കണേ. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തുള്ളൂ. അതായത് 2 ഗ്ലാസ് അരിയുള്ളൂ. അത് കാരണമാണ് 2 മുട്ട എടുത്തത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു ഉരുളിയാണ് ഞാൻ വെച്ചേക്കണത്. നിങ്ങൾക്ക് അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും വെക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉരുളിയാണ് എടുത്തേക്കണേ. എന്നിട്ട് നമ്മൾ ആദ്യം മുട്ടയില്ലേ, ആ മുട്ട അടിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മുട്ട ചൂടായി വരുമ്പോൾ നമ്മൾ കയ്യിൽ കൊണ്ട് അതൊന്ന് ഇളക്കി കുരുകുരുന്നാക്കി എടുക്കണം. അത് ചിക്കി വറുത്തെടുക്കുക. കണ്ടോ, അത് നന്നായിട്ട് ചിക്കി ചെരിഞ്ഞ് നമുക്ക് വറുത്ത് കോരണം. നന്നായിട്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ. ഒരുവിധം വെന്താൽ മതി. ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വേണ്ട, അത് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. മുകളിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ അതിലത്തെ ഓയിലൊക്കെ അങ്ങോട്ട് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞാൻ മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ അതിട്ട് കൊടുക്കാം. അതും അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയിൽ ആ ഓയിലിൽ കിടന്ന് തന്നെ ഇത് വേണം. ഇത് ഓയിലിൽ ഉണ്ടാക്കിയാൽ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ ഓയിലിലാണ് ഉണ്ടാക്കുക. അതും ഇതുപോലെ തന്നെ ഒരുവിധം മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഉള്ളി മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കുരുകുരുന്നരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് ഇതിൽ മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു സവോളയാണ് ഞാൻ എടുത്തത്. ആ സവോളയും ഇതിൽ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരണം. കണ്ടില്ലേ? ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഞാൻ നീളനെയാണ് അരിഞ്ഞെടുത്തേക്കണത്. അതും കൂടി ഇതിലിട്ട് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കണം. പച്ചക്കറി എന്തുണ്ടെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ കുറച്ച് ഇട്ടിട്ട് ചെയ്യണത്. ഇപ്പോൾ ക്യാപ്സിക്കം ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റും ഇതുപോലെ തന്നെ ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയിട്ട് ഇതെല്ലാം. ഇതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൽ യോജിപ്പിച്ച് ഒന്ന് വാട്ടിയെടുക്കാം. വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമ്മളിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ പച്ചക്കറിക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി. നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള ഷെഷ്വാൻ സോസില്ലേ, അത് നമ്മുടെ അരിക്കനുസരിച്ച് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നമുക്ക് എത്ര അരിയുണ്ടോ അതനുസരിച്ച് വേണം ഈ ഷെഷ്വാൻ സോസ് ഇടാൻ. കണ്ടില്ലേ? അത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറില്ലേ, ആ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. ഇനി മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നന്നായിട്ട് ഇതിൽ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ തിന്ന് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഷെഷ്വാൻ സോസിൻ്റെ ഇത് നന്നായിട്ട് എരിവും ഇതൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്ത് എടുക്കണം. വേണ്ട, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ലേ, ആ മുട്ടയും കൂടി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ആർക്കും ഇഷ്ടമാണ്ടിരിക്കില്ല, അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണേ.